കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുടുങ്ങിപ്പോയൊരവസ്ഥ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും നേടാൻ പറ്റുന്നില്ല. ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകളൊക്കെ അതേപോലെ തന്നെ അവിടെ നിൽക്കുന്നു. മൊത്തത്തിൽ ഒരു നിരാശപ്പെട്ടൊരവസ്ഥ. രാവിലെ എണീക്കുന്ന സമയത്ത്, ഉണരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നേടണം, ഒരുപാട് കാര്യങ്ങൾ സാധിക്കണം എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി എണീക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്നും നേടിയില്ലല്ലോ, ഇന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ആസ് യൂഷ്വൽ അതങ്ങ് കടന്നുപോയി. ആ പോണ പോക്കിൽ എൻ്റെ കോൺഫിഡൻസ്, എൻ്റെ മോട്ടിവേഷൻ, ഇൻസ്പിരേഷൻ അങ്ങനെയുള്ള സകല സാധനങ്ങളും ഇല്ലാണ്ടായി. ഓൾറെഡി ഇല്ല, അത് തീർത്തും ഇല്ലാണ്ടായി. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ സാമ്പത്തികം തന്നെയാണ് പ്രശ്നം. പൈസ കാര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പിന്നീടാണ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടത്, ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സംഭവം പുസ്തകമൊന്നും ഞാൻ വായിക്കാൻ പോയില്ല, ആ വീഡിയോസ് കണ്ടു. എന്താ അതിൻ്റെ ഉള്ളടക്കം എന്നുള്ളതൊന്നും അറിയണമല്ലോ. ചെറിയ ചെറിയ ശീലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഭാവിയിൽ അതൊരു വലിയ മാറ്റത്തിന് കാരണമാകുമെന്നാണ് അതിൽ പറയണത്. ഞാനും എൻ്റെ ജീവിതത്തിൽ ആ ഒരു ചെറിയ ശീലങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. അത് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ജീവിതം മാറ്റിമറിച്ചു എന്ന് പറയണതായിരിക്കും ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ് ഈ ചെറിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരും എന്ന് പറയണത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാം, നമ്മൾ ബാങ്കിൽ ഇപ്പോൾ കുറച്ച് പൈസ ഇട്ടു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് പറയണത്, അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ചെറിയൊരു കാര്യം, ഒരു ശീലം തുടങ്ങി, ആ ശീലം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നു. ആ മാറ്റം എന്തായി? പുതിയൊരു ശീലത്തിലേക്ക് കൊണ്ടുപോയി. ആ പുതിയൊരു ശീലം വേറൊരു ശീലത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു ശീലം തുടങ്ങുമ്പോൾ അതിൻ്റെ പിന്നാലെയായിട്ട് നമ്മൾ ഒരുപാട് ശീലങ്ങൾ വേറെയും നമ്മൾക്ക് തുടങ്ങേണ്ടി വരും. രാവിലെ നിങ്ങൾ നേരത്തെ എണീക്കുന്നൊരു സ്വഭാവം ഇല്ല എന്ന് കൂട്ടുക, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വ്യായാമം ചെയ്യണം, ജിമ്മിൽ പോകണം എന്നുള്ളൊരു ചിന്ത വന്നാൽ നിങ്ങൾ രാവിലെ എണീക്കുന്നു, ഒരു ശീലം വന്നു. രാവിലെ എണീറ്റിട്ട് വ്യായാമം ചെയ്യാൻ പോകുന്നു, അതൊരു ശീലം. അതിനോട് ചേർത്തിട്ട് വരുന്ന വേറൊരു ശീലമാണ് നല്ല ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ശീലം, ശരീരം ശ്രദ്ധിക്കണം എന്നുള്ളൊരു ശീലം. ഇതിനോട് ചേർത്തിട്ട് എന്തുണ്ടാവുന്നു? നിങ്ങളുടെ ഹെൽത്ത് നന്നാവുന്നു, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നന്നാവുന്നു, മൊത്തത്തിൽ നിങ്ങൾക്കൊരു മാറ്റം വരുന്നു. അപ്പോൾ ഒരു ചെറിയ ഹാബിറ്റുകൾ നിങ്ങളൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ചെറിയ ഹാബിറ്റുകൾ റെലവൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പറയണത്. ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് മോർ ദാൻ യു കൺസ്യൂം. അതായത് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലും യൂട്യൂബിൽ, അല്ലേ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ഷെയർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ കാണുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾ ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അത് ക്രിയേറ്റ് ചെയ്ത ആൾ പൈസ ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾക്കും പൈസ ഉണ്ടാക്കിക്കൂടെ? അത് നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ഒരു മെച്ചം തന്നെയല്ലേ? 10 പേര് നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയുന്നു, നിങ്ങൾക്ക് അല്പം പൈസ കിട്ടുന്നു, എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് നേട്ടം മാത്രമാണ് അതുകൊണ്ട്. അപ്പോൾ വായിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, വായനയുടെ കൂടെ നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് എഴുത്ത് കൂടി നിങ്ങൾക്ക് തുടങ്ങാം. ഓവറായിട്ട് ഈ പറയുന്ന സ്ക്രീൻ ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അത് കുറയ്ക്കാനുള്ള വഴി നോക്കുക, ലിമിറ്റ് ചെയ്യുക. എന്നതിന് ശേഷം അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ്റെ മേഖലയിലേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് ചിന്തിക്കുക. ഇന്നൊരു മൊബൈൽ ഉണ്ടെങ്കിൽ ആർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഇന്നൊരു മൊബൈൽ ഉണ്ടെങ്കിൽ ആർക്കും ഇൻസ്റ്റാഗ്രാം ചെയ്യാം. ആർക്കും ഏത് സോഷ്യൽ മീഡിയയും ചെയ്യാൻ ഒരേ ഒരു മൊബൈൽ മാത്രം മതി. നിങ്ങളുടെ നോളജ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം അത് നിങ്ങളുടെ ഉള്ളിലുള്ളതാണ്. സോ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടാവും. പല രീതിയിലുള്ള വരുമാനങ്ങളും മെച്ചങ്ങളും നേട്ടങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ആവും, നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും, നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടി, ഇൻസ്പിറേഷൻ ഉണ്ടായിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങളിൽ ബിൽഡാവും. ഇതിൻ്റെയൊക്കെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്തും അവിടെ ഉണ്ടാവും. രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് യുവർ സെൽഫ് ഫ്രം എനർജി ഡ്രെയിനേഴ്സ്. നമ്മുടെ ലോകത്ത് 2 ടൈപ്പ് ആൾക്കാരുണ്ട് എന്ന് നമുക്ക് പറയാം. ഒന്ന്, നമുക്ക് ഒരുപാട് എനർജി തരുന്ന ആൾക്കാരുണ്ട്, അതായത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മളെങ്ങോട്ട് മുന്നോട്ട് പുഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ വേറൊരു ടൈപ്പ് ആൾക്കാരുണ്ട്, നമ്മുടെ എനർജി ചോർത്തിയെടുക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആരുടെ കൂടെ സമയം ചിലവഴിക്കണം എന്നുള്ളത്. നെഗറ്റീവ് ആൾക്കാരുടെ കൂടെയാണ് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ നെഗറ്റിവിറ്റി എല്ലാം നിങ്ങളിലേക്ക് വരും. കേട്ടിട്ടില്ലേ? ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ഡേഷ് ചാരിയ ആ ഡേഷ് മണക്കും എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുതന്നെ നമ്മൾ ആരുടെ കൂടെയാണോ ഇരിക്കുന്നത് അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ എനർജി, അവരുടെ വിഷൻ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളെയും സ്വാധീനിക്കും. ഇപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, ഒരുപാട് അച്ചീവ് ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, അവരുടെ കൂടെയാണ് നമ്മുടെ സഹവാസം, ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ളതൊക്കെ എങ്കിൽ
അതെല്ലാം നിങ്ങളിലേക്കും വരും, നിങ്ങളിൽ ആ ഒരു പ്രോഗ്രസ് ഉണ്ടാവും. സോ എനർജി ഡ്രെയിൻ ചെയ്യുന്ന എന്ത് കാര്യം, ആൾക്കാരുടെ കാര്യം മാത്രമല്ല, എനർജി ഡ്രെയിൻ ആകുന്ന, അത് ഊറ്റിയെടുക്കുന്ന എന്ത് കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അവിടെ നിന്ന് മാറി നിൽക്കുക, ഒരകലം പാലിക്കുക, അത്രേ വേണ്ടൂ. മൂന്നാമത്തെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഐ ക്യാൻ ഡു ദിസ്. അങ്ങനെ ഒരു ഫയൽ നിങ്ങൾ ബിൽഡ് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. എന്താണ് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അച്ചീവ്മെൻറ്റ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കും. ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും, ചെറുതും വലുതുമായിട്ട്. അതിപ്പോൾ ചെറുതാവട്ടെ വലുതാകട്ടെ, രണ്ടായാലും ശരി, അത് നിങ്ങൾ ഡോക്യുമെൻറ്റ് ചെയ്യുക. അത് ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ എടുത്തു വയ്ക്കുക. കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്കത് എടുത്ത് നോക്കുന്ന സമയത്ത് അന്ന് നിങ്ങളത് അച്ചീവ് ചെയ്തിരുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറണം. അത് ഫോട്ടോ ആകാം, ഡയറിയിലുള്ള എഴുത്തായിരിക്കും, എന്തും ആയാലും വേണ്ടില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കാലങ്ങൾക്ക് ശേഷം അത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കതൊരു മോട്ടിവേഷൻ നൽകുന്ന അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് നൽകുന്ന, നിങ്ങൾ പണ്ട് മോശമായിരുന്നില്ല എന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കണം. അത്രയേ ഉള്ളൂ. സോ പറഞ്ഞു വരുന്നത്, നിങ്ങൾ അച്ചീവ്മെൻറ്റ്സ് എല്ലാം ഒരു പ്രൂഫായിട്ട്, ഒരു തെളിവായിട്ട് നിങ്ങൾക്ക് എടുത്തു വയ്ക്കാൻ പറ്റണം, ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റണം. പലപ്പോഴും ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഷോക്കേസിനകത്ത് അവരുടെ അവാർഡുകൾ, അവർ വാങ്ങിയ ട്രോഫികൾ, അവർ വാങ്ങിയ സമ്മാനങ്ങൾ എല്ലാം അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കും. അത് നാട്ടുകാരെ കാണിക്കാൻ കൂടിയാണ് എന്ന് പറയുമ്പോഴും അത് അവരെ കൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ അത്ര മോശമൊന്നുമല്ല, കണ്ട ഞാൻ വാങ്ങിക്കൂട്ടിയ സാധന എന്ന് പറയുമ്പോൾ അതിനൊരു ഇതുണ്ട് അല്ലേ, സംഭവം പിടികിട്ടിയില്ലേ, അത് തന്നെയാണ് വേണ്ടത്. നാലാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ഒരു കൃതജ്ഞത എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകണം എന്നുള്ളത് പൊതുവെ എല്ലാവരും പറയും. അതായത് കണ്ടൻമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എന്താണോ ഉള്ളത്, ആ ഉള്ളതിൽ നമുക്ക് തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും പറ്റുന്നൊരവസ്ഥ, അത് നമുക്ക് കുറച്ചെങ്കിലും വേണം. ഒരുപാട് വേണമെന്ന് പറയണില്ല, കുറച്ചെങ്കിലും വേണം. കാരണം ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പണി എടുക്കത്തില്ല. ഇത് ഇങ്ങനെയൊക്കെയാണ് പോയാൽ മതി എന്നുള്ളൊരു തോട്ട് വരും. അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണം. സോ വേണം, പക്ഷെ ഓവറാവരുത് എന്ന് പറയണ പോലെ ദിവസവും അങ്ങനെ നിങ്ങൾക്ക് 1-2-3 കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ഇന്ന് നിങ്ങൾ സന്തോഷിക്കേണ്ട കാര്യം ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് കൈയുണ്ട്, കാലുണ്ട്, വീടുണ്ട്, നാടുണ്ട്, കൂട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, പാരൻസ് ഉണ്ട്, പാർട്ട്ണറുണ്ട്, ലവറുണ്ട്, വാട്ടെവർ. നിങ്ങൾക്കില്ലാത്ത ഒരു സാധനമില്ല, കുറേ സാധനങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇല്ലാത്ത ഒരുപാട് പേര് ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. നിങ്ങളിതെല്ലാം ഉള്ള ആൾക്കാരാണ്. സോ അത് ചില്ലറ കാര്യമല്ല. സോ നിങ്ങൾ ഈ പറയുന്ന 2-3 കാര്യങ്ങൾ എഴുതി വയ്ക്കുക ദിവസവും. അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസ്, ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റത്തെ സ്വയം അപ്രിഷ്യേറ്റ് ചെയ്യുക. 100% പെർഫെക്റ്റ് ആകണം എങ്കിലേ അത് എനിക്ക് അങ്ങോട്ട് തൃപ്തിയാവുള്ളൂ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. 100% പെർഫെക്റ്റ് ആകുന്നൊരു കാലം ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല. ഇനി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ഉടനെ ഉണ്ടാകുന്നതല്ല. ചെയ്ത് അതിൻ്റെ തുടർച്ചയിൽ ഉണ്ടാകുന്നൊരു കാര്യമാണ് ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 100% പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സംതൃപ്തി നൽകും, ഒരു അബണ്ടൻറ്റ് മൈൻഡ് സെറ്റ് നിങ്ങളിലുണ്ടാക്കും. മറ്റത് നിങ്ങൾക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്ത. എന്താണോ നിങ്ങൾക്ക് ഇല്ലാത്തത് അത് മാത്രമായിരിക്കും നിങ്ങളുടെ ചിന്ത. എനിക്കതില്ല, എനിക്കിതില്ല. ഉള്ളതിൻ്റെ വില നമ്മൾ തിരിച്ചറിയണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. അങ്ങനെ ആകരുത്. സോ ഡെയിലി നിങ്ങൾക്കുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഒരു 3 വെച്ചിട്ട് ദിവസം എഴുതിയാൽ മതി. ഒരു 2-4 മാസം കഴിയുമ്പോൾ ആ എഴുതി വെച്ച കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ, പിന്നെ അത് കണ്ടാൽ തന്നെ മതി, പിന്നെ നിങ്ങൾക്ക് മൂഡ് മാറിക്കിട്ടെ. മൂഡ് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ പെട്ടെന്ന് പുറത്തു വന്നോളും. ആ കാര്യങ്ങളൊന്ന് വായിച്ചാൽ മതി. ചുരുക്കി പറഞ്ഞാൽ മോട്ടിവേഷൻ വരെ കൂട്ടാൻ പറ്റുന്നൊരു സാധനമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. 5ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഓട്ടോമേറ്റ് ചെയ്യേണ്ട 2 കാര്യമുണ്ട്. ഒന്ന് ഫിനാൻസ്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യം. 2ാമത്തേതെന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇത് 2 നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയാണ്. എങ്ങനെയാണെന്നുള്ളത് പറയാം. ഇപ്പോൾ നമ്മൾ പൈസ സമ്പാദിക്കുന്നുണ്ടായിരിക്കും, പല രീതിയിൽ ജോലി ചെയ്തിട്ടും ബിസിനസ്സിലൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പണം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഈ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതായത് വളരാൻ വേണ്ടി നമ്മൾ എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ലെങ്കിൽ ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തിരഞ്ഞ് കണ്ടുപിടിച്ചൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. മാസം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾ കണ്ടുപിടിച്ചത് എന്താണോ അതിലേക്ക്. അപ്പോൾ അതിന് വേണ്ടുന്ന സെറ്റപ്പ് നിങ്ങൾ ചെയ്തു വയ്ക്കുക. ബാങ്കിൽ ഏൽപ്പിക്കുകയോ വാട്ടവർ. അതൊരു ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാകണമെന്നേ ഉണ്ടാകാൻ പാടില്ല. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെയൊന്നും വേണ്ട. അത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടെൻഷൻ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും.
ഇപ്പോൾ ഇതിനകത്ത് വണ്ടി ഓടിക്കുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ഈ വണ്ടി ഓടിച്ച് തുടങ്ങിയ സമയത്ത് നിങ്ങൾ നല്ല ടെൻഷനിലൂടെ ആയിരിക്കും ഓടിച്ചിട്ടുണ്ടായിരിക്കും. ആ ക്ലച്ച്, ആ ഗിയർ, ആ സ്റ്റിയറിങ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ കുറേ കാലങ്ങൾക്ക് ശേഷം, 4-5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്നും ആലോചിക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വൈഫിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ വിളിക്കുന്നു, ലവറിനെ വിളിക്കുന്നു. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് നോക്കുന്നു, പോണ റോട്ടിലുള്ള ആൾക്കാരെ വായി നോക്കുന്നു. എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഒരേ ടൈമിൽ, അല്ലേ? അപ്പോൾ ഇതൊരു പ്രശ്നമില്ലാത്തൊരു കാര്യമായിട്ട് മാറി. കാരണം എന്താ, നിങ്ങൾ ആ ഡ്രൈവ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് മോഡിലാണ് നടക്കുന്നത്. അവിടെ നിങ്ങളും അലർട്ടായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങൾ വണ്ടി ഓടിച്ച പോലെ അല്ല ഇപ്പോൾ, നിങ്ങളതിൽ എക്സ്പേർട്ടായി. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസ്, സോഫ്റ്റ്വെയറുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ഇനിയിപ്പോൾ ആൾക്കാരെ ആണെങ്കിലും ഏൽപ്പിച്ചാലും വേണ്ടില്ല നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ മൊത്തത്തിലൊന്ന് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലായിടത്തും നിങ്ങൾ ചെന്ന് കൈയിട്ട് നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ശരിയാവൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇഴഞ്ഞേ പോകുള്ളൂ. പ്രോഗ്രസ് വളരെ ആമയുടെ സ്പീഡിലായിരിക്കും പോവുക. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പെൻസ് എന്ന് പറയുന്ന സാധനത്തെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കും. കാരണം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കുമല്ലോ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കയ്യിലുണ്ടാവുക. സോ അത് ഓട്ടോമേറ്റ് ചെയ്യുന്നത് കാരണം അത് കറക്റ്റായിട്ട് പൈസ വരുന്ന സമയത്ത് തന്നെ അത് കട്ടായിട്ടുണ്ടാവും. അതിന് ശേഷം ബാക്കി നമുക്ക് ചിലവഴിക്കാൻ കിട്ടുള്ളൂ. പിന്നെ ഡിസിഷൻ മേക്കിനകത്ത് ഇതുപോലെയുള്ളൊരു പ്രശ്നമുണ്ട്. എന്ത് രാവിലെ ഉണ്ടാക്കും, രാവിലെ എങ്ങനെ പോകും, രാവിലെ എന്ത് ഡ്രസ്സ് ഇടും. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ ഈ ബിൽ ഗേറ്റ്സ് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ സ്റ്റീവ് ജോബ്സ്, ആപ്പിൾ കമ്പനിയുടെ മുതലാളി, മൂപ്പരുടെ നോക്കിയിട്ടുണ്ടോ? അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഫേസ്ബുക്കിൻ്റെ മുതലാളി എന്താണ്, സക്കർബർഗ്. ഇവരുടെയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇവരൊരു ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ അതേ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ആയിരിക്കും അവരെ കാണുക. ഇപ്പോൾ സക്കർബർഗിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ ടീഷർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് 10 വർഷം മുമ്പാണെങ്കിലും മൂപ്പരുടെ ഏത് ഫോട്ടോ എടുത്താലും അങ്ങനെ ഉണ്ടാവും. വേറെ ഒരു ഫോട്ടോ എടുത്തിട്ട് 4-5 വർഷം കഴിഞ്ഞിട്ട് നോക്കിയാലും അത് തന്നെ ഉണ്ടാവുക. ഇപ്പോൾ മൂപ്പരുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ മൂപ്പരുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതായത് ഡിസിഷൻ എടുക്കേണ്ട സാധ്യതകളെ കുറയ്ക്കുക എന്ന് പറയും. രാവിലെ ഞാനിപ്പോൾ ഇന്ന് ഏത് ഡ്രസ്സ് ഇടുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കുറേ നമ്മുടെ തല പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലുമാണ് ഈ തല പ്രോസസ്സ് ചെയ്യാൻ. നമ്മുടെ എനർജി പുറത്ത് ഇങ്ങനെ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരേ യൂണിഫോം, ഒരേ കാര്യങ്ങൾ ഒരേ രീതിയിൽ തന്നെ ഇട്ടുകൊണ്ട് പോകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ ഈ ഒരു യൂണിഫോം, ഇതിപ്പോൾ യൂണിഫോമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. കാരണം ഈ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ 6-7 വർഷമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. 2 കളർ ഡ്രസ്സായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഒന്ന് ബ്ലാക്ക്, ഒന്ന് ഈ പറയുന്ന ബ്ലൂ. ബ്ലാക്ക് ഒരു 3-4 വർഷം 5 വർഷത്തോളം അങ്ങനെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള അത്രയും വർഷങ്ങൾ ഈ ബ്ലൂവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് വേറെ ടീഷർട്ടായിരുന്നു, അതും ബ്ലൂ ആണ്. അപ്പോൾ എന്താ അതിൻ്റെ ഒരു ഗുണം ചോദിക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യണം, വീഡിയോ എടുക്കണം, എന്തപ്പം ഞാൻ ഡ്രസ്സ് ഇടുക എന്നും പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് ബ്ലൂ ആണെന്നറിയാം, ആ വഴിക്ക് ചിന്തിക്കുകയേ വേണ്ട. എനിക്ക് ഈ കണ്ടൻറ്റിനെ കുറിച്ചിട്ട് ചിന്തിച്ചാൽ മതി. എന്താണ് സംസാരിക്കേണ്ട പോയിൻറ്റുകൾ എന്തൊക്കെയാണ്, അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് ഇതവിടെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലുണ്ട്, സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതി വെച്ചത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പണി. അതാണ്. അല്ലാതെ എന്ത് ഡ്രസ്സ് ഇടുക, കൂടി ഇപ്പോൾ ഇങ്ങനെ ചിന്തി വെക്കണം. അതിനൊരു പെർമനൻ്റ് ആയിട്ട് ഒരു സ്റ്റൈൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു യൂണിഫോമായിട്ട് എന്ത് വേണമെങ്കിലും ശരി, അത് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പിന്നെ തിരിഞ്ഞ് നോക്കണ്ട. അതുതന്നെയാണ് ഇപ്പോൾ ഞാനും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഇപ്പോൾ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. കാരണം ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് എനർജി ആവശ്യമുള്ള ഒരു പണിയാണ് തലച്ചോറിന്. അപ്പോൾ അതൊക്കെ പരമാവധി കുറയ്ക്കുക. ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം നമ്മുടെ എനർജി എടുക്കുക, അതായത് ഡിസിഷൻ എടുക്കുക. അത് പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരണത്. അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം. ഇപ്പോൾ ഇവിടെ പ്രൊഡക്റ്റീവ് എന്താണ്, എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളതാണ് പ്രൊഡക്റ്റീവ് അല്ല. നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻ, നിങ്ങൾക്ക് തരുന്ന അറിവ്, എൻ്റെ എക്സ്പീരിയൻസ്, അതാണ് ഇവിടുത്തെ സാധനം, മൂല്യവത്തായിട്ടുള്ള സാധനം എന്ന് എനിക്ക് തോന്നുന്നത്. സോ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിക്കുക. ഇന്ന് ഏത് ചുരിദാറിടും, ഇന്ന് ഏത് സാരി ഇടും, അത് പെർമനൻ്റ്ലി നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇതായിരിക്കാം നാളെ, അല്ലെങ്കിൽ ഇതായിരിക്കണം കുറേ ദിവസത്തേക്ക് എന്നങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഈ ചോയ്സ് കൂടുമ്പോഴാണല്ലോ ടെൻഷൻ വരുന്നത്. ഹോട്ടലിൽ പോയിട്ട് മെനു നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയല്ലേ, ഏതപ്പോൾ ഓർഡർ ചെയ്യാം. എന്നാൽ KFC ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും തലവേദന ഉണ്ടായിരിക്കില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ മെനു. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ കൂടുതൽ ആർഗ്യുമെൻറ്റ്സിലാണോ ഏർപ്പെടാറുള്ളത്? നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല, സ്നേഹിക്കുന്നില്ല, നിങ്ങൾക്കിടയിലുള്ള അകലം കൂടിക്കൂടി വരുന്നു. അവസാനം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഇട്ടേച്ച് പോകുമോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോകുമോ എന്ന് നിങ്ങളിപ്പോൾ ഭയപ്പെടുന്നുണ്ട്.
ബഹുഭൂരിപക്ഷം പ്രണയങ്ങളും പരാജയപ്പെടുന്നത് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല. പരാജയപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതാണ്, പരസ്പര ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അത് ഫിക്സ് ചെയ്യാം. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാസ്റ്ററി കോഴ്സ് നിങ്ങളെ പഠിപ്പിക്കും. എങ്ങനെ ഒരു ആഴമുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കണം, എങ്ങനെ തർക്കങ്ങൾ പരിഹരിക്കണം, എങ്ങനെ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ബന്ധം സൃഷ്ടിക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് ഈ കോഴ്സിൽ നിന്ന് പഠിക്കാം. ഒരുപാട് വൈകിപ്പോയി എന്ന് തോന്നുന്നവരേക്ക് നിങ്ങൾ കാത്തു നിൽക്കരുത്. നിങ്ങളുടെ ബന്ധം 100% ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അത് രക്ഷിക്കേണ്ടത്, അത് തകരാതിരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം തന്നെ ഈ കോഴ്സ് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞു. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ചെക്കൗട്ട് ചെയ്യുക. 6ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഗെറ്റ് സ്പെസിഫിക് അബൌട്ട് ഗോൾസ്. നമ്മുടെ സ്വപ്നങ്ങളുടെ കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെ ആകണം, അവിടെ എത്തണം, അങ്ങനെയല്ല. നമുക്കത് ഇത് വേണം, എനിക്കൊരു വീട് വേണം, എനിക്കൊരു കാറ് വേണം എന്നുള്ളതല്ല, എനിക്ക് ഈ കാറ് വേണം. പറയുന്നൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാറുണ്ടല്ലോ, ആ കാറ് തന്നെ എനിക്ക് വേണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. അത് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് സ്പെസിഫിക്കാണ്, അതിന് ടൈം ബൗണ്ടഡ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അതിനൊരു റെലവൻസ് ഉണ്ട്, അത് അച്ചീവബിളാണ്. മറ്റേതൊരു കാറ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷത്തിൻ്റെയും 3 ലക്ഷത്തിൻ്റെയും സെക്കൻഡ് ഹാൻഡ് കാറ് തൊട്ടിട്ട് നിങ്ങൾക്ക് 50ൻ്റെയും 1 കോടിയുടെ ഒക്കെ നിങ്ങൾക്ക് മേടിക്കാം. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതിന് എഴുതി വയ്ക്കുക, എന്താണോ നിങ്ങൾക്ക് വാങ്ങിക്കേണ്ട സാധനം നിങ്ങൾ എഴുതി വയ്ക്കുക, ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തലച്ചോറിനകത്ത് ഒരു ക്ലിയർ ഇല്ലാത്തൊരു പിക്ചർ മാത്രമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, ലക്ഷ്യങ്ങളെക്കുറിച്ചിട്ട്. പിന്നെ നിങ്ങളത് അച്ചീവ് ചെയ്യും. ഈ ക്ലാരിറ്റി എന്ന് പറയുന്ന സാധനമാണ് നിങ്ങളുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. 7ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് യുവർ ബക്കറ്റ്സ്. 3 എണ്ണം ഉണ്ട്: ടൈം, മണി, എനർജി. ഓരോ ദിവസവും നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്, എൻ്റെ പണം എങ്ങോട്ട് പോകുന്നു, ഞാൻ അറിയാത്തത് എങ്ങോട്ട് പോകുന്നു. കണ്ടുപിടിക്കുക അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ എവിടേക്കാണ്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യണത് എന്നുള്ളത്. 2ാമത്തെ ചോദ്യം, എൻ്റെ സമയം ഓരോ ദിവസവും എങ്ങോട്ട് പോകുന്നു. ഞാൻ കാര്യമായിട്ടുള്ള എന്തെങ്കിലും, ഗുണമുള്ള എന്തെങ്കിലും, പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനാണോ ആ സമയം ഉപയോഗിക്കുന്നത്, അതോ ചുമ്മാ ഞാൻ അങ്ങ് തള്ളി നീക്കുകയാണോ, അതങ്ങനെ സ്ക്രോൾ ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണോ. പിന്നെ എന്താണ് എൻ്റെ എനർജി ഊറ്റിയെടുക്കുന്ന സാധനം, ഓരോ ദിവസവും എൻ്റെ എനർജി കളയുന്ന എന്ത് സാധനമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഞാൻ ചെയ്യണോ. ഇങ്ങനെ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ അതിന് കിട്ടുന്നൊരു ഉത്തരം ഉണ്ടല്ലോ, അതാണ് നിങ്ങൾക്കൊരു വലിയ അവയർനെസ്സാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പഠിപ്പിച്ച് തരുന്നൊരു കാര്യമാണത്. അതിന് പുറത്തുനിന്ന് ഒരാൾ വരേണ്ട കാര്യമില്ല. ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ മതി. ഈ ഒരു ചോദ്യം നിങ്ങൾ എന്ന് നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങുന്നു, അതിനെപ്പോൾ നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാൻ തുടങ്ങുന്നു, അവിടം തൊട്ട് നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, എൻ്റെ പണം എങ്ങോട്ട് പോകുന്നു, എൻ്റെ സമയം എങ്ങോട്ട് പോകുന്നു, എൻ്റെ എനർജി എങ്ങോട്ട് പോകുന്നു, ഉത്തരം കണ്ടുപിടിക്കുക. അവിടം തൊട്ട് ജീവിതം മാറാൻ തുടങ്ങും. റോക്കറ്റ് പോലെയൊന്നും പോകണമെന്നില്ല, പക്ഷേ ജീവിതത്തിലൊരു പ്രോഗ്രസ് അവിടം തൊട്ട് വരാൻ തുടങ്ങും. എൻ്റെ അനുഭവമാണ് പറയണത്. 8ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ലേൺ സംതിങ് അബൌട്ട് മണി എവറി വീക്ക്. പല ആൾക്കാരും ഈ പണത്തെക്കുറിച്ചിട്ട് പഠിക്കുക, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റാണ്. വലിയ താല്പര്യമൊന്നുമില്ല. ഈ പഠിക്കും ചില ആൾക്കാർ, അത് എപ്പോഴാണ് പഠിക്കാമെന്നറിയാം, എല്ലാ അനുഭവങ്ങളും അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ലാസ്റ്റ് ചിലപ്പോൾ പഠിക്കും. ഒരുപാട് വൈകിയ വേളയിൽ പഠിക്കും. പിന്നെ വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ട് അവിടുന്ന് അങ്ങോട്ട്. അതിന് മുമ്പ് വല്ല കാര്യമുണ്ടായി, അതുകൊണ്ട് ഇല്ല. സോ നേരത്തെ പഠിക്കണം, നേരത്തെ അറിഞ്ഞിരിക്കുന്നത് അത്രയും നല്ലത്. അതിനെന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ബുക്സ് വായിക്കാം, ബ്ലോഗ് പോസ്റ്റുകൾ നിങ്ങൾക്ക് വായിക്കാം, ഫിനാൻസ് സംബന്ധമായിട്ടുള്ളത്. അതേപോലെ തന്നെ മണിയെക്കുറിച്ച്, പണത്തെക്കുറിച്ചിട്ട് എക്സ്പേർട്ടുകൾ സംസാരിക്കുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാം, പോഡ്കാസ്റ്റുകൾ കേൾക്കാം, കാണാം, പഠിക്കാം. ഇതൊക്കെ ഫ്രീ ആയിട്ട് ഇന്ന് അവൈലബിൾ ആവുന്ന ഒരു ഇൻഫർമേഷൻ തിളച്ച് മറിയുന്ന ഇൻഫർമേഷൻ സുനാമിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാക്സിമം ഉപയോഗിക്കുന്ന ആൾക്ക് നേട്ടം ഉണ്ടാവും. ചാകര വന്നാലും ശരി, നേട്ടം കൊയ്യാൻ കഴിയാത്ത ചില ആൾക്കാരുണ്ട്, അവരെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ അവസരങ്ങൾ ഉപയോഗിക്കുക, അതിന് ശ്രമിക്കുക. ഇതൊക്കെ പഠിച്ചു വെച്ച് തലയിൽ കയറ്റി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ ഓരോ ആഴ്ചയും നിങ്ങൾ പഠിച്ച ഒരു ടിപ്പ്, ഫിനാൻഷ്യൽ ടിപ്പ് ഉണ്ടായിരിക്കുമല്ലോ, ബുക്ക് വായിച്ചപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് കിട്ടിയിട്ടുണ്ടാവും, ഒരു ഹാബിറ്റ്, ഒരു രീതി, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, എനിത്തിങ്. അത് അപ്ലൈ ചെയ്യുക. ഇത് തലയിൽ കയറ്റി വെക്കുന്നതല്ല കാര്യം, അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്, ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓരോ ആഴ്ചയും നിങ്ങൾ പഠിച്ച ഒരു കാര്യമെങ്കിലും നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം.
ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തൂ. എന്താ ഫിനാൻഷ്യൽ ഫ്രീഡം? സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സാധനം വാങ്ങണമെങ്കിലും നിങ്ങൾക്ക് വില നോക്കാതെ വാങ്ങിക്കാം, ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ഓടി കാറ് വാങ്ങണം അല്ലെങ്കിൽ ഒരു ബെൻസ് വാങ്ങണം എന്ന് പറയണതല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നെസസിറ്റീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയും കാര്യങ്ങൾ. മറ്റേത് ആർഭാടമാണെന്നുള്ളത് നമുക്ക് പറയാം. 3 കോടിയുടെ കാറൊക്കെ എടുക്കുന്നത്, 30 ലക്ഷത്തിൻ്റെ കാർ എടുത്താലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. അതായത് വില നോക്കാതെ നമ്മുടെ നിത്യ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റണം. ഹോട്ടലിൽ പോയി കഴിഞ്ഞിട്ട് മെനു കാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലതുഭാഗത്തേക്ക് നമ്മുടെ കണ്ണ് പോകരുത്. മെനുവിൽ തന്നെ ആയിരിക്കണം നമ്മുടെ കണ്ണ്, വിലയുടെ ഭാഗത്തേക്ക് നോക്കാനേ പോകരുത്. അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ എന്നും ഉണ്ടാകണോ അത് അന്നാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത് ഞാൻ പറയും. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ മെനു കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട സാധനം നോക്കി വാങ്ങുന്നവർ. ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുക, നേരെ വലത്ത് ഭാഗത്തേക്കാണ് നോക്കുക, എവിടെയാണ് റേറ്റ് കുറഞ്ഞ സാധനം, ഇതാണല്ലേ, അപ്പോൾ അതെന്താ സാധനം എന്നുള്ളത് പിന്നെ നോക്കണത്. അങ്ങനെ അത് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തവരുടെ അവസ്ഥയാണ്. അതിപ്പോൾ മിഡിൽ ക്ലാസ് ആയാലും ശരി, അപ്പർ മിഡിൽ ക്ലാസ് ആയാലും ശരി, അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ചോയ്സ് ഇല്ല, വില കുറഞ്ഞതെടുക്കാനേ വകുപ്പുള്ളൂ. അത് ഫിനാൻഷ്യൽ ഫ്രീഡം അല്ല. നിങ്ങൾക്ക് എപ്പോൾ ചോയ്സ് വരുന്നു അന്നാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളത്. 9ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് കെയറിങ് അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻ. നമ്മുടെയൊക്കെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എന്താ പറയുക, നാട്ടുകാരുടെ അപ്രിസിയേഷൻ, കൂട്ടുകാരുടെ അപ്രിസിയേഷൻ, അവരുടെ നല്ല വാക്ക്, ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല. നമ്മൾ മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ബഹുഭൂരിപക്ഷം പേരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആകണ്ട എന്നുള്ളതാണ് പറയണത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യും, ബാക്കിയുള്ളവർ അതെന്തെങ്കിലും പറയട്ടെ. നിങ്ങൾ എന്ത് ചെയ്താലും അവിടെ ഒരു അഭിപ്രായം വരും. ഒരു കഥ തന്നെ ഉണ്ടല്ലോ, ഒരു കപ്പിള് ഭാര്യയും ഭർത്താവും കൂടി അവരുടെ കഴുതേനെയും കൊണ്ട് യാത്ര പോവാണ്. പണ്ട് കാലത്ത് കഴുതയൊക്കെ ഉണ്ടല്ലോ, വീട്ടിൽ വളർത്തുന്ന ശീലങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഭാരം ചുമക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊരു സഞ്ചി എന്തോ അതിൻ്റെ പുറത്ത് വെച്ച് കെട്ടിയിട്ട് അവരങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ പറയുന്നത് കേട്ടു. അതായത് ഭാര്യയും ഭർത്താവും മണ്ടന്മാരാണ് കേട്ടോ. ആ കപ്പിൾ കണ്ടില്ലേ, ദമ്പതിമാർ, അവരും മണ്ടന്മാരാണ്. കാരണം എന്താ വെച്ചാൽ അവർ കഴുതേനും വെച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ കയറി നിന്ന് പോയിക്കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പർ എന്ത് ചെയ്തു, എന്നാൽ ഭാര്യനോട് പറഞ്ഞു നീ കയറിയിരുന്നു, സഞ്ചി വേണം കൈ പിടിച്ചോ. അങ്ങനെ കഴുതയുടെ പുറത്ത് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ നാട്ടുകാർ പറയാൻ തുടങ്ങി, നാണം കെട്ടവൻ ഭർത്താവാണത്ര. ഭാര്യേനെയും കഴുതയുടെ പുറത്ത് ഇരുത്തിയിട്ട് ആ മണ്ടൻ നടന്നുകൊണ്ടിരിക്കുക. അവനൊക്കെ ഭർത്താവാണോ, അവനൊക്കെ ആണാണോ, കുറ്റം പറയുകയാണ് നാട്ടുകാർ. ശരി, തലവേദന എന്നും പറഞ്ഞുകൊണ്ട് മൂപ്പർ എന്ത് ചെയ്തു, ഭാര്യേനെ ഇറക്കിയിട്ട് മൂപ്പർ കയറിയിരുന്നു. കഴുതപ്പുറത്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ വേറെ കുറേ നാട്ടുകാരെ കാണുന്നുണ്ട്. അവർ പറയാൻ തുടങ്ങി, കഷ്ടം, ആണാണത്ര, സ്വന്തം ഭാര്യേനെ നടത്തിക്കൊണ്ട് അവൻ കഴുതപ്പുറത്ത് ഞെളിഞ്ഞിരുന്ന് സുഖിച്ചങ്ങനെ യാത്ര ചെയ്യുകയാണ്. നിനക്കൊരു മനുഷ്യനാണോ, വേസ്റ്റല്ലേ, എന്തെങ്കിലും ക്വാളിറ്റി അവനുണ്ടോ, കുറ്റം പറയാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഭാര്യേനെ ഇറക്കി നടത്തിയതാണ് പ്രശ്നമെങ്കിൽ ഭാര്യേനെയും കൂടിയും കയറ്റി ഇരുത്തിയേക്കാം, അതോടുകൂടി പ്രശ്നം നിൽക്കുമല്ലോ. കഴുതപ്പുറത്ത് ഭാര്യയും ഭർത്താവും ഈ പറയുന്ന സഞ്ചിയും വെച്ചും കൊണ്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർ പിന്നെയും പറയാൻ തുടങ്ങി, പാവ കഴുതയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്, സഞ്ചി വേറെ, ഭാര്യയും ഭർത്താവും വേറെ, ഇതൊക്കെ പാടെ ചുമന്നും കൊണ്ട് നടക്കുന്ന ആ കഴുതയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഇവർക്കൊക്കെ കണ്ണിച്ചോരയുണ്ടോ, ഇവരൊക്കെ മനുഷ്യരാണോ? 4 സിനാരിയോ ഉണ്ട് കഴുതേനെ കൊണ്ട് പോയപ്പോൾ. ഈ 4 സിനാരിയോയിലും നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്താലും ശരി വായടച്ചുകൊണ്ട് ഇരിക്കില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടു, പോസിറ്റീവായിട്ട് വരണം, നാട്ടുകാർക്ക് ഉപകാരപ്പെടണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ അടിയിൽ ഉണ്ടാവും ചിലപ്പോൾ ഇൻ കേസ് വന്നുകൂടായില്ല ഒരു മോശം കമൻറ്റ്, ഇതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടൊരു കമൻറ്റ് വന്നുകൂടായില്ല. ഇതങ്ങനെയാണ്, എല്ലാവരും നമുക്ക് തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ അവസാനം ആ കഴുതേനെ അവർ വിൽക്കേണ്ടി വരും. വിറ്റ് കഴിഞ്ഞാൽ നാട്ടുകാർ പറയും ഒരു കഴുതേനെ ഉണ്ടാക്കിയിട്ട് വിറ്റു, അതിനെ വെച്ചിട്ട് എന്തൊക്കെ അവർക്ക് ചെയ്യായിരുന്നു, എത്ര പൈസ ഉണ്ടാക്കായിരുന്നു. സോ എന്ത് ചെയ്താലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കാൻ ഈ സമൂഹത്തിന് പറ്റും. ഈ സമൂഹം അങ്ങനെയാണ്. അത് നമ്മൾ ബോധർ ചെയ്യേണ്ട എന്നുള്ളതാണ് പറഞ്ഞു വരണത്. നമ്മളെ വഴിക്ക് പോകുക, അവരവിടെ അതവിടെ പറഞ്ഞോട്ടെ, ഡസൻറ്റ് മാറ്റർ, ചെവിയിൽ എടുക്കണ്ട, ഈ കേട്ടത്തന്നെ ഇതിൽ കൂടെ വിടുക എന്ന് പറയില്ലേ, അത്രയേ ഉള്ളൂ. മൈൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാക്കാത്ത ഒരു ക്രിറ്റിസിസവും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എടുത്തേക്ക്. അതല്ല ചുമ്മാ അത് കേട്ടുകൊണ്ട് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആവുകയാണ് നടക്കുന്നതെങ്കിൽ വേണ്ട, മൈൻഡ് ചെയ്യരുത്, മുന്നോട്ട് പോവുക. അവരവിടെ പറയട്ടെ, എന്ത് ചെയ്താലും അവർ പറയാനുണ്ടാവും, ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ. അപ്പം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ പോകണ്ട എന്നുള്ളതാണ് പറയണത്. 10ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ബിവെയർ ഓഫ് എസ് ട്രാപ്പ്.
നമുക്കെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, ഞാനിനിയിപ്പോൾ ഇത് വേണ്ട അല്ലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ തോന്നുക, അവരെന്നെക്കുറിച്ച് എന്താ ചിന്തിക്കുക, മോശമല്ല അങ്ങനെ ചെയ്യണത്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ശരി സമ്മതിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾക്ക് നമ്മൾ പോയിട്ട് ഓക്കെ പറയാറുണ്ട്. ചെയ്യാട്ടോ, ഓക്കെ കേട്ടോ, ശരി കേട്ടോ എന്നൊക്കെ പറയണ അവസ്ഥയുണ്ട്. അങ്ങനെ അനാവശ്യ കാര്യങ്ങളിൽ പോയിട്ട് നിങ്ങൾ എസ് പറയണ്ട. നിങ്ങൾക്ക് ഗുണമുള്ള, നിങ്ങൾക്ക് ശല്യമില്ലാത്ത, നിങ്ങൾക്ക് ഉപദ്രവമില്ലാത്തൊരു കാര്യമാണെങ്കിൽ ഓക്കെ. അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ദോഷമായിട്ട് വരുന്ന, നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങൾ മെൻ്റലി ഡൗൺ ആക്കുന്നൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചെയ്യരുത്, നോന്ന് തന്നെ നിങ്ങൾ പറയണം. നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം ഒന്നും നടക്കത്തില്ല. കാരണം അവരുടെ വായ അടപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പറഞ്ഞു വരുന്നത് ട്രൂലി എന്താണ് നിങ്ങൾക്ക് മാറ്റർ ആവുന്നത്, എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി, അതങ്ങോട്ട് ചെയ്യുക. ബാക്കിയുള്ളതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട. എല്ലാം കൂടി എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണോ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പുരോഗതിക്ക്, നിങ്ങളുടെ ഫാമിലിയുടെ പുരോഗതിക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ പ്രയോറിറ്റി വൈസ് നിങ്ങൾ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആ കുറച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനും പറ്റും. കാരണം എന്താ, നമുക്ക് അതിനുള്ള സമയമുണ്ട്. മറ്റേത് കണ്ണി കണ്ടതിനൊക്കെ നമ്മൾ ഇറങ്ങി നടക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കൊന്നിനും നേരം കിട്ടില്ല. അപ്പോൾ ഉള്ള കാര്യം നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല നേട്ടം കൊണ്ട് തരും. നിങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കും. സോ അങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളെ എത്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. 11ാമത്തെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റായിട്ടൊക്കെ കണക്കാക്കുന്ന ആൾക്കാരുണ്ട്. എനിവേ, ഇപ്പോൾ ബാങ്കിലാവാം, സ്റ്റോക്കിലാകാം, എവിടെയെങ്കിലൊക്കെ ആയിരിക്കാം, സ്ഥലത്തിലാകാം, പ്ലോട്ട് വാങ്ങിയിട്ടാകാം, ഗോൾഡിലായിരിക്കും, എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തോടത്തോളം കാലം നിങ്ങൾ ഗതി പിടിക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ സാമ്പത്തിക സാക്ഷരത ഇല്ലാത്തൊരാൾ, ഈ മനുഷ്യന് ഒരു വലിയ ലോട്ടറി അടിച്ചു, 50 ലക്ഷം അതിന് വേണ്ട 50 കോടി 5 കോടി വലിയ ലോട്ടറി അടിച്ചു. ഇതൊക്കെ നമ്മളെ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ലോട്ടറി അടിച്ച പണം ഒരു 5-10 വർഷത്തിനുള്ളിൽ കാണില്ല. അതെവിടെ പോയെന്നൊരു പിടിയില്ല. പാപ്പരായ അവസ്ഥയിലാണ് പല ലോട്ടറി എടുത്ത ആൾക്കാർ ഉള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ സാമ്പത്തിക സാക്ഷരത ഇല്ലാത്ത ആൾക്ക് ഇതുപോലെ ലോട്ടറി അടിച്ചാൽ ഈ പണം കൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്താണ് ശരിയായ വഴി, ഈ പണം മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ പല 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 കാര്യങ്ങളുണ്ടല്ലോ. ഇത് നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? വാരൻ ബഫറ്റ് പറഞ്ഞ പോലെ, അതായത് നെവർ ലൂസ് യുവർ മണി എന്ന് പറഞ്ഞ ഒരു റൂളുണ്ട്. 2 റൂളാണ് മൂപ്പര് പറഞ്ഞത്. അതിൽ ഒരു റൂളാണിത്, നെവർ ലൂസ് യുവർ മണി. അപ്പോൾ സെക്കൻഡ് റൂൾ എന്താണ്? നെവർ ഫോർഗെറ്റ് ദ ഫസ്റ്റ് റൂൾ. ചുരുക്കി പറഞ്ഞാൽ കയ്യിലുള്ള പൈസ നിങ്ങൾ കളയരുത്. അപ്പോൾ കയ്യിലുള്ള പൈസ കളയാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അറിവ് വേണം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ളത് തിരിച്ചറിവ് വേണം. അതിനുള്ള ലിറ്ററസി വേണം, ഫിനാൻഷ്യൽ ലിറ്ററസി. അത് നിങ്ങൾ ഉണ്ടാക്കണം. അതിന് ബുക്കായാലും വേണ്ടില്ല, ബ്ലോഗ് പോസ്റ്റുകൾ വായിക്കുകയാണെങ്കിലും വേണ്ടില്ല, യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും വേണ്ടില്ല. ഇനി ഒരു മെൻറ്ററിനെ കണ്ടുപിടിച്ച് അയാളുടെ കീഴിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇൻഫർമേഷൻ നേടിയെടുക്കുന്നതോ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതോ എന്ത് വഴി എന്നുള്ളത് മാറ്ററല്ല. നിങ്ങൾക്ക് അറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് മാറ്റർ. അതിന് നിങ്ങൾ അറിവ് നേടുക എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത്. കൂടുതൽ പഠിക്കുമ്പോൾ കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയും. അത് നിങ്ങളെ കൂടുതൽ റിച്ചാക്കി മാറ്റും. അപ്പോൾ കൂടുതൽ പഠിക്കുക, അതിന് നിങ്ങൾ മടി കാണിക്കരുത്. പണത്തെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് എന്തോ മോശപ്പെട്ട കാര്യമാണെന്നൊക്കെ പോലെ ചിന്തിക്കുന്ന ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പം ന്യൂ ജനറേഷൻ അങ്ങനെയൊന്നും അല്ല ചിന്തിക്കുന്നത്. അവർക്ക് പണത്തിൻ്റെ വില നന്നായിട്ട് അറിയാം. ഭൂരിപക്ഷം ആൾക്കാരുടെ അടുത്ത് നിങ്ങളൊരു സർവേ നടത്തി നോക്കി, എന്താ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്ലാന്? 9 to 5 എന്ന് പറയുന്ന ജോലിയിൽ തന്നെ ഇരിക്കാനാണോ നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ കാര്യം തന്നെ എടുക്കുക. നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയുള്ളൊരു പണിയാണ്, ഇത് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ബിസിനസ്സിനെ കുറിച്ച് അറിവുള്ളവരും അറിവില്ലാത്തവരും കൂടി ചിലപ്പോൾ പറയും ബിസിനസ്സാണ് എനിക്കിഷ്ടം. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരാളുടെ കീഴിൽ നമ്മളൊരു അടിമപ്പണി എടുക്കുന്ന പോലെയാണ്. അതെല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. കുറച്ച് പേര് മാത്രമേ, ന്യൂനപക്ഷം മാത്രമേ അത് ഇഷ്ടപ്പെടൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഫ്രീഡം വേണം. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാകണം. അത് നിങ്ങൾ നേടിയെടുക്കണം. 12ാമത്തെ ടൈനി ഹാബിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡൈവേഴ്സിഫൈ യുവർ ഫിനാൻഷ്യൽ ലൈഫ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത്, നമുക്ക് എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടായിരിക്കും, ആ ജോലിയിൽ നിന്നും നമുക്കൊരു സാലറി ഉണ്ടായിരിക്കും. ഈ സാലറിയും വെച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ജീവിക്കും. വേറെ ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കില്ല. ഇൻ കേസ് നമുക്ക് ആ ജോലി നഷ്ടപ്പെട്ടു, നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകും?
അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നൊരു പരിപാടിയെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ് എന്നുള്ളതാണ് പറയണത്. ആർക്കൊക്കെ ഒരു വരുമാന മാർഗം വെച്ച് മുന്നോട്ട് പോകുന്ന ആളുടെ കാര്യമാണ് പറയണത്. അവർ മൾട്ടിപ്പിളായിട്ട് ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. അതിനെന്ത് ചെയ്യണം ചോദിക്കുകയാണെങ്കിൽ ഒരു സൈഡ് ഹസിൽ, അതായത് സൈഡായിട്ട് നിങ്ങൾ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പണി ചെയ്യുക. അത് പണിയാകാം, മാർക്കറ്റിംഗ് ആകാം, ബിസിനസ് ആകാം, എന്ത് തേങ്ങയിലും വേണ്ടില്ല. സൈഡായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വരുമാനം വേണം. അതിനുള്ള എന്ത് പരിപാടിയാണെങ്കിലും ശരി നിങ്ങൾ തുടങ്ങുക. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വരുമാന മാർഗ്ഗങ്ങൾ വേണം എന്നുള്ളതാണ് പറയണത്. അതായത് അസറ്റുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഭാവിയിൽ വളരാൻ ചാൻസ് ഉള്ള അസറ്റുകൾ കണ്ടുപിടിച്ച് അതിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഭീകരമായിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ ഇല്ല, പക്ഷേ ഉണ്ട്. പിന്നിലോട്ടല്ല പോകുന്നത്, അത് ഗ്യാരണ്ടി ആണല്ലോ. സ്ഥലത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് നമുക്ക് ഉടനെ ലിക്വിഡിറ്റി, ഉടനെ നമുക്ക് പൈസയ്ക്ക് മാറ്റാൻ പറ്റുമോ ചോദിക്കുകയാണെങ്കിൽ ഇല്ല. അത് വിൽക്കാൻ ചിലപ്പോൾ സമയം എടുത്തുവെന്ന് വരിക്കും. ഗോൾഡിൻ്റെ മാതിരിയല്ല സ്ഥലത്തിൻ്റെ കാര്യം. കാരണം അത് നമ്മൾ വിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ബയറെ കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഈ പറയുന്ന സ്ഥലത്തിന് വില കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഒരിക്കലും താഴത്തോട്ടല്ല. ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഒരു 10, 15, 20 വർഷമൊക്കെ നമ്മൾ കണക്ക് കൂട്ടണം. അപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപ കൊടുത്ത സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞാൽ കുറഞ്ഞത് അതിന് 1.5 കോടി രൂപ കിട്ടും. ആ സ്ഥലത്തിൽ എന്തെങ്കിലുമൊക്കെ ചുറ്റുപാടിൽ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് വന്ന്, മാറ്റങ്ങൾ വന്ന്, പുരോഗതി വന്ന്, എങ്ങനെയാണെങ്കിലും ശരി. നിങ്ങൾ കാട്ടിനകത്ത് പോയിട്ട് സ്ഥലം വാങ്ങിച്ചിട്ട് ഈ ഡയലോഗ് പറയരുത് കേട്ടോ. ഞാൻ പറയുന്നത് അത്യാവശ്യം നല്ല സ്ഥലത്താണ് സ്ഥലം വാങ്ങിച്ചത് എങ്കിൽ ഒരു ടൈം കഴിഞ്ഞാൽ അതിന് പൈസ കൂടും. ഡെഫിനറ്റായിട്ട് മുകളിലോട്ട് തന്നെയാണ് ഗ്രാഫ്. സോ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയണത്. എത്രത്തോളം ഇൻകം സ്ട്രീംസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, ഇൻകം സോഴ്സസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, അത്രത്തോളം നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് സമാധാനപരമായിട്ട് പോകും. സന്തുഷ്ടമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. മറ്റത് എപ്പോഴും ഒരു ടെൻഷൻ അടിച്ച് ജീവിക്കണം. മുതലാളി നമ്മളെ തൂക്കി പുറത്തിട്ട് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫ് തീർന്നു. പിന്നെ നമ്മൾ പട്ടിണിയും പരിപാട്ടമായിട്ട് നടക്കേണ്ടി വരും അടുത്ത ജോലി കിട്ടുന്നവരെ. അതും എമർജൻസി ഫണ്ടില്ലാത്തവരുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട. 13ാമത്തെ ടൈനി ഹാബിറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോഗ്രസ്സിനെ സ്ലോ ആക്കുന്നൊരു പരിപാടിയാണ്. ഒരുപാട് കാട് കയറി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പുരോഗതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്, രക്ഷപ്പെടാൻ നല്ല ബുദ്ധിമുട്ടാണ്. പെടില്ല എന്നല്ല, രക്ഷപ്പെടും. പക്ഷെ അതിന് മുമ്പ് കുറേ കഷ്ടപ്പെടും. നിങ്ങളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു സാധനം വാങ്ങുന്ന കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു 48 മണിക്കൂർ കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ആ വാങ്ങിയ സാധനം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിയതിന് ഒരു റീസൺ ഉണ്ട്, ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണെന്ന് പറയാം. അതായത് വില കൂടി എന്തെങ്കിലും സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അതിനൊരു താൽക്കാലികമായിട്ടുള്ളൊരു പരിപാടി, ഒരു ഉപകാരം മാത്രമായിരിക്കരുത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്യാമറ വാങ്ങി കഴിഞ്ഞാൽ നമ്മളെന്താ ചിന്തിക്കുന്നത്? ഫോട്ടോ എടുക്കാം. എത്ര വട്ടം നിങ്ങൾ ഫോട്ടോ എടുക്കും? അതുകൊണ്ട് ഒരു 10 വട്ടം നിങ്ങൾ ഫോട്ടോ എടുക്കും. ഒരു മാസം നിങ്ങൾ എത്ര തവണ അതുകൊണ്ട് വീഡിയോ എടുക്കും? ചിലപ്പോൾ ഒരു വട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത മാസം ഉണ്ടായിരിക്കുള്ളൂ. കല്യാണം വരുന്ന സമയത്ത് നമ്മൾ എടുക്കും, ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ആ വാങ്ങിയ സാധനം നഷ്ടമാണ്. എന്നാൽ ഇതുപോലെ ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എനിക്കിപ്പോൾ ഒരു ക്യാമറ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉപകാരമുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ അതിൻ്റെ പണി അത് ചെയ്യാണ്ടാവും. സോ അത് ഗുണകരമായിട്ടുള്ള ഒരു സാധനമാണ്. മറ്റേത് അങ്ങനെയല്ല. ഒരു സാധനം വാങ്ങിയിട്ട് ഒരു 8, 10 തവണ മാത്രമാണ് നമ്മളതൊരു വർഷത്തിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ആ സാധനം വാങ്ങിയതിൻ്റെ ഒരു പൈസ നഷ്ടം തന്നെയാണ്. കാരണം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ പൈസ വേറെ എന്തെങ്കിലും പരിപാടിക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഒന്ന് വളർന്നിട്ടുണ്ടാവും. ഇത് ചുമ്മാ അവിടെ കെട്ടിക്കിടക്കുകയാണ്. ആ പൈസ അവിടെ ബ്ലോക്കായി. നിങ്ങളൊരു സാധനം വാങ്ങിച്ച് വെച്ച് അതുകൊണ്ട് കാര്യമായിട്ട് ഉപയോഗമില്ല. ഈ വീട്ടിനകത്ത് ലാഡറൊക്കെ വാങ്ങിച്ച് വെക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഭയങ്കര സെറ്റപ്പായിട്ടുള്ള ലാഡറൊക്കെ വാങ്ങിച്ച് വെക്കും. അതായത് റാക്കിൻ്റെ മുകളിലുള്ള ഒരു സാധനം എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷേ അതിനുവേണ്ടി ലാഡർ ഒരു 5000, 6000ത്തിൻ്റെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. വർഷത്തിൽ 2 വട്ടം നിങ്ങൾ ആ ലാഡറിൽ കയറുന്നുണ്ടായിരിക്കുള്ളൂ, മുകളിൽ കയറി സാധനം എടുക്കാൻ. ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് ആവശ്യമില്ല. ആ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നുള്ളൊരു കാര്യം ചിന്തിക്കണം. അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ചാലും നമുക്ക് പരിപാടി നടക്കും. ഒരു സ്റ്റൂളോ ഒരു ഡെസ്കോ കയറ്റി വെച്ചിട്ട് മുകളിൽ പോയിട്ട് സാധനം എടുക്കുകയാണെങ്കിലും 2 തവണയിലെ വർഷത്തിൽ നമ്മൾ കയറുന്നുള്ളൂ, നടക്കും. എന്നാൽ ഡെയിലി കയറുന്നുണ്ട്, ഡെയിലി നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. 48 മണിക്കൂർ കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു വാങ്ങിച്ച സാധനം കൊണ്ട് ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചത് കൊണ്ട് ഗുണമുണ്ട്. അത് വാങ്ങിക്കേണ്ട സാധനം തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ വാങ്ങിക്കരുത്. സോ സിമ്പിളായിട്ട് ഇങ്ങനെ ചിന്തിക്കുക. ഒരു കാര്യം നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് ദീർഘകാലമായിട്ട് ഉപയോഗമുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. മാസത്തിൽ 1, 2 തവണ പുറത്ത് പോകാൻ വേണ്ടി മാത്രം നിങ്ങൾ കാറ് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ ചിന്തിക്കുക. അതിൽ നല്ല യൂസ് ഉണ്ട്, ഓക്കെ വാങ്ങിക്കാം, തെറ്റില്ല. പറഞ്ഞു വരുന്നത് സിമ്പിളായിരിക്കണം ഡിസിഷൻ മേക്കിങ്. ഒരുപാട് ഡിസിഷൻ എടുക്കേണ്ട അവസ്ഥയും വരരുത്. സോ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ പ്രൊഡക്റ്റ് സൂപ്പർ മാർക്കറ്റിലെല്ലാം ഇരിക്കുമ്പോൾ, സ്റ്റാൻഡിലിരിക്കുമ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ലേ? ആരും അത് വാങ്ങുന്നില്ലേ? കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും പാക്കേജിംഗ് ആണ് ആദ്യം ശ്രദ്ധിക്കുന്നത്.
പിന്നെയാണ് അതിനകത്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നുള്ളൂ. പാക്കറ്റേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന സാധനത്തിന് വല്ല റെലവൻസും ഉണ്ടോ? നിങ്ങൾ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അറിയാം, ആദ്യത്തെ 3 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ശ്രദ്ധ ഏതെങ്കിലും പാക്കറ്റിൻ്റെ മുകളിൽ ഉടക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളത് വിട്ടിട്ട് പോയിട്ടുണ്ടാവും അടുത്തതിലേക്ക്, അല്ലേ? അതുതന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. 15 വർഷത്തോളം ഡിസൈനർ ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, ഇങ്ങനെ പോയാൽ നിങ്ങളുടെ കച്ചവടം താഴത്തോട്ടേ പോവുള്ളൂ. ആ പ്രൊഡക്റ്റ് വിറ്റ് പോകണമെങ്കിൽ നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു പാക്കേജിങ് ഡിസൈൻ അതിനുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഓഫ്ലൈനിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ബയേഴ്സിനെ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഇനി നിങ്ങളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ റീലോഞ്ചിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈനും കാണുന്ന പക്ഷം നമ്മുടെ ക്ലയൻസ് ചിന്തിക്കണം, കസ്റ്റമറിനെ ചിന്തിക്കാൻ പറ്റണം, ഇതെനിക്ക് വാങ്ങണം, ഇതെനിക്ക് വേണം. ഈ ഒരു തോന്നലുണ്ടാക്കാൻ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡിസൈനിന് പറ്റിയിട്ടില്ലെങ്കിൽ അവിടം തൊട്ട് തുടങ്ങാണ് അതിൻ്റെ പരാജയം. ബെറ്റർ പാക്കേജിങ്, മോർ സെയിൽ. പാക്കേജിങ് ഡിസൈൻ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ മേളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. 14ാമത്തെ ടൈനി ഹാബിറ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് വിത്ത് ഇൻറ്റൻറ്റ്. അതായത് നമ്മുടെ അതേ മനോഭാവമുള്ള, നമ്മുടെ അതേ ഒരു വൈബുള്ള, അതേ ലക്ഷ്യങ്ങളൊക്കെ ഉള്ള, അതേപോലെ ചിന്തിക്കുന്ന, പ്രോഗ്രസ് ആഗ്രഹിക്കുന്ന, ലക്ഷ്യങ്ങളുടെ പിന്നാലെ പോകുന്ന അങ്ങനെയുള്ള വെറിയുള്ള ആൾക്കാരുണ്ടായിരിക്കും, ഒരു ത്വരയുള്ള ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. അവരുടെ അടുത്തെന്ന് പറയുമ്പോൾ അവർ ഒരുപക്ഷെ നമ്മളെക്കാൾ മുകളിലായിരിക്കാം, പല അർത്ഥത്തിലും നമ്മളിപ്പോൾ ഒരു പരിപാടി ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരതിനകത്ത് കുറേ നേട്ടങ്ങൾ നേടി മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് സഹായം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ഗുണകരമാണ്. കാരണം അവർ നമ്മളുടെ മുമ്പിൽ പോയി വിജയിച്ച ആൾക്കാരാണ്. ആ വിജയിച്ച ആൾക്കാരുടെ വിജയം കണ്ടിട്ടാണല്ലോ നമ്മൾ അവരെ ചൂസ് ചെയ്തത്. നമ്മളും അതേ റൂട്ടിലാണല്ലോ, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. സോ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് ഹെൽപ്പുകൾ കിട്ടും. പക്ഷേ അവരിൽ നിന്ന് നമ്മൾ ഹെൽപ്പ് വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം ഏതെങ്കിലും രീതിയിൽ. ഇപ്പോൾ ചില മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും, നല്ല അറിവുള്ളവരുണ്ടായിരിക്കും, ഇവർക്ക് കൊടുക്കാൻ നമ്മളെ അടുത്ത് കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്ന പണിയാണ്. ഇപ്പോൾ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് കോച്ച് ഉണ്ട്. പുള്ളിയുടെ ഡ്രൈവർ വേറെ ഒരു ബിസിനസ് തുടങ്ങി പോയി, 3 വർഷമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ മൂപ്പരുടെ കൂടെ ഡ്രൈവറില്ല. അപ്പോൾ മൂപ്പര് വാട്സാപ്പിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ഞാൻ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ മൂപ്പര് അതിനകത്ത് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, എൻ്റെ ഡ്രൈവർ ബിസിനസ്സൊക്കെ തുടങ്ങി വേറെ പോയി, സോ എനിക്ക് പുതിയൊരു സാരഥിയെ വേണം. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ, ഈ ഡ്രൈവറായിട്ട് വരുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്താണ്? ഈ പറയുന്ന പുള്ളിക്ക് 4 ലക്ഷം 5 ലക്ഷമൊക്കെ കൊടുത്ത് പൈസ കൊടുത്ത് പഠിക്കാൻ കഴിവില്ലാത്ത സമയത്ത് ഇവർ ഡ്രൈവറായിട്ട് പോകും. അപ്പോൾ ഡ്രൈവറായിട്ട് പോകുമ്പോൾ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. മൂപ്പരുടെ കൂടെയാണല്ലോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. മൂപ്പരുടെ ക്ലാസ്സുകളൊക്കെ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, മൂപ്പരുടെ ഡ്രൈവറാണ്, കൂടെ തന്നെ ഉണ്ടാവുന്ന ആളാണ്. അല്ലാതെ തന്നെ മൂപ്പരുടെ ജീവിതശൈലിയും പലതും കണ്ട് ഒരുപാട് നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ ഈ അങ്ങോട്ട് ഹെൽപ്പ് നമ്മൾ കൊടുക്കുക. അപ്പോൾ എന്താണ്, മൂപ്പരുടെ ഡ്രൈവറായിട്ട് മാറുമ്പോൾ നമുക്ക് ശമ്പളവും കിട്ടുന്നുണ്ട്, മാത്രമല്ല നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാതെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഫ്രീ ആയിട്ട് പോയിട്ട് എനിക്കൊരു കാര്യം പറഞ്ഞു തരുമോ, എനിക്കൊരു കാര്യം ചെയ്തു തരുമോ എന്നല്ല നമ്മൾ ചെയ്യുന്നത്, എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് മുമ്പേ പോകുന്ന നമ്മുടെ അതേ റൂട്ടിലുള്ള ആൾക്കാരിൽ നിന്ന് ഹെൽപ്പ് ചോദിക്കുന്നതിന് മുമ്പ് അവരെ നമ്മൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തോളും, നമ്മളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ എത്തിച്ചോളും. അതായത് നമ്മളെ സീറോയിൽ നിന്ന് അവർ ഹീറോ ആക്കി മാറ്റിക്കോളും എന്നുള്ളതാണ് പറയണത്. ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കും എന്നുള്ളത് കൂടിയാണ് ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. 15ാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ടേക്ക് ആക്ഷൻ ബിഫോർ യു ഫീൽ റെഡി. പലപ്പോഴും നമ്മളെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആവട്ടെ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ നിങ്ങൾ തുടങ്ങാത്തത്? എൻ്റെ കയ്യിൽ പൈസ അധികം വരുന്നില്ല, സാലറി കുറവാണ്, ഈ സാലറി വെച്ചിട്ട് ഞാൻ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? കയ്യിൽ കുറച്ച് പൈസ വന്നെങ്കിലല്ലേ നീക്കി വെക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ നീക്കി വെക്കാൻ കുറച്ച് കയ്യിൽ പൈസ വരുന്ന സമയത്തല്ലേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരു മണ്ടത്തരാണത്. കാരണം ഇപ്പോൾ നിങ്ങളിപ്പോൾ 10,000 രൂപയിൽ ജീവിച്ച ഒരാളായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ 25,000 രൂപ ഇപ്പോൾ ശമ്പളം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് 30,000 40,000 രൂപയും ശമ്പളം ഉണ്ടായിരിക്കും. അതിനനുസരിച്ചൊരു കുഴപ്പമുണ്ട്. 30,000 40,000 രൂപ ശമ്പളം വാങ്ങുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ആ 10,000 രൂപയിൽ ജീവിച്ചിരുന്ന ജീവിതശൈലി ആയിരിക്കില്ല ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ ജീവിതശൈലി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എക്സ്പെൻസ് അവിടെ കൂടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1,00,000 രൂപ എന്ന് പറയുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ജീവിതശൈലിയായിരിക്കും നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് വീടാണെങ്കിലും കാറാണെങ്കിലും നല്ല കാറാണെങ്കിലും ഇതിനൊക്കെ EMIയും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകാനുള്ള ഒരുപാട് വഴികൾ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത് ചുരുക്കം. അപ്പോൾ പറഞ്ഞു വരുന്നത്,
എല്ലാം റെഡി ആയിട്ട് തുടങ്ങാം എന്ന് പറയുകയാണെങ്കിൽ ഒന്നും തുടങ്ങാൻ നിങ്ങൾക്ക് പറ്റില്ല. 100 രൂപ വരുന്ന സമയത്ത് അതിൽ നിന്നൊരു 10 രൂപ എടുത്ത് മാറ്റി വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് 1 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 10,000 എടുത്ത് മാറ്റി വയ്ക്കാനും പറ്റില്ല. കാരണം എന്താ, നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ചിലവ് നിങ്ങളപ്പോൾ കണ്ടുപിടിക്കും. അപ്പോൾ എല്ലാം റെഡി ആയിട്ട് ഒരു കാര്യം ചെയ്യാം എന്ന് പറയുന്ന രീതി ഒരു പൊട്ടത്തരമാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ തുടങ്ങുക, കൂടുതൽ പഠിക്കുക, കൂടുതൽ അറിയുക, ഇനിയും മുന്നോട്ട് പോവുക, ഇതേ നടക്കുകയുള്ളൂ. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഇറങ്ങിയില്ല എന്ന് വരും. കാരണം നിങ്ങളുടെ പഠനം കഴിയില്ല. കാരണം ഒരു കാര്യവും നമുക്ക് മുഴുവനായിട്ട് പഠിച്ച് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് പറയണത്. കാരണം നമുക്കൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ് നാളേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു സ്വഭാവം, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയണത്. ഈ സാധനത്തിൻ്റെ വലയിൽ നിങ്ങൾ വീണാൽ തീർന്ന്. ഇപ്പം നിങ്ങൾ നാളെ ആവട്ടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എല്ലാ കാര്യങ്ങളും നീട്ടി വെച്ച് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും നിങ്ങളൊരു പരിപാടിക്ക് ഇറങ്ങില്ല. അവസാനം ഒരു ലോക തോൽവിയാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോവും. അങ്ങനെ ആകരുത്. 16ാമത്തെ ടൈനി ടിപ്പ് എന്ന് പറയുന്നത് ആസ്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കറിയാലോ, ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന സാധനങ്ങളാണ് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെങ്ങനെ നടന്നത്, അതെങ്ങനെ ചെയ്യുക, അതെങ്ങനെ നമുക്ക് നേടാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതെങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അതങ്ങനെ ആയിരിക്കും. ഇപ്പോൾ പൈസ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് ചോദിക്കണമെങ്കിൽ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു റിച്ച് ആയിട്ടുള്ള ഒരാളുണ്ട്. ആ റിച്ച് ആയിട്ടുള്ള ആളുടെ നമ്മൾ പോയി ചോദിക്കുന്നതാണോ നല്ലത്, നമ്മൾ അസ്യൂം ചെയ്യുന്നതാണോ നല്ലത്? അയാൾ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് ആ ബിസിനസ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നാണോ പുള്ളിയുടെ അടുത്ത് നേരിട്ട് പോയിട്ട് ചോദിക്കുന്നതാണോ നല്ലത്? നിങ്ങൾ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയത്, എന്തായിരുന്നു നിങ്ങളുടെ സ്ട്രാറ്റജി? അവർ പച്ചയ്ക്ക് തുറന്ന് പറയണമെന്നില്ല. ഇൻ കേസ് ഒരു പക്ഷേ അയാൾ പറഞ്ഞുകൂടാ എന്നുമില്ല. അയാൾ ചിലപ്പോൾ പറയാം, അയാൾക്ക് ചാൻസ് ഉണ്ട് അല്ലേ? അവിടെ ചാൻസ് ഉണ്ട് 50-50. എല്ലാവരും പറയണമെന്നില്ല, പക്ഷെ പറയാവുന്ന ആൾക്കാരും ഉണ്ട്, തുറന്നു പറയുന്നവരും ഉണ്ട്, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്, വളരെ ഡീസൻ്റായിട്ട് ചിന്തിക്കുന്നവരുണ്ട്, കുരുട്ട് ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്നവരുണ്ട്. നമുക്കെന്താ പ്രശ്നം? ഒരു വാക്ക് കിട്ടി പോയാൽ ചട്ടി. നമ്മൾ ചോദിക്കുക. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല വിദേശ പാശ്ചാത്യ ചാനലുകളിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങളെങ്ങനെയാണ് ധനികനായി മാറിയത്, നിങ്ങളെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാട്ട് ആർ യു ഡു ഫോർ ലിവിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജീവിക്കാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ മുതലാളിമാർ, അതായത് മില്യണേഴ്സും ബില്യണേഴ്സിനൊക്കെ പോയിട്ടാണ് ഇപ്പോൾ മയക്കം പിടിച്ചിട്ട് അവർ ചോദിക്കുന്നത്. അവരുടെ അടുത്ത് പോയിട്ട് എന്താണ് നിങ്ങൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചോദിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ആരാണുള്ളത്, ഇനി നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇല്ല, ദൂരെ എവിടെയെങ്കിലും ആണ്, ഓക്കെ, പരിചയപ്പെടുക, അവർക്ക് എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെൽപ്പ് അങ്ങോട്ട് ഓഫർ ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കുക, നിങ്ങൾ ആ കാര്യം എങ്ങനെയാണ് ചെയ്തത്, എന്തായിരുന്നു ആ കാര്യം ചെയ്തതിൻ്റെ സ്ട്രാറ്റജി. ചിലപ്പോൾ അവർ പറഞ്ഞു തരും, ചിലപ്പോൾ അവർ പറഞ്ഞു തരില്ല. എന്തായാലും നമുക്ക് മെച്ചമുണ്ടാവും. ചോദിക്കാതിരുന്നാൽ ഒരു മെച്ചം ഉണ്ടാവില്ല. നമ്മുടെ അസംഷൻ കറക്റ്റ് ആകണമെന്നില്ല. 10 പേരുടെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ 5 പേരെങ്കിലും നമുക്ക് ആൻസർ തന്നാൽ മതി നമ്മുടെ ജീവിതം മാറാൻ. അല്ലെങ്കിൽ 2 പേരെങ്കിലും നമുക്ക് ആൻസർ തന്നാൽ മതി, അത് നമ്മുടെ ജീവിതം മാറ്റും. നമ്മുടെ ജീവിതം മാറാൻ ഒരുപാട് ഐഡിയാസൊന്നും ആവശ്യമില്ല, ഒരെണ്ണം മതി. ആ ഒരെണ്ണം ആരിൽ നിന്ന് കിട്ടും എന്നുള്ളത് നമുക്കറിയില്ല. ചോദിച്ചുകൊണ്ടേയിരിക്കുക, ക്യൂരിയോസിറ്റി വളർത്തിക്കൊണ്ടേയിരിക്കുക, അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക, എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത്, എങ്ങനെ സമ്പാദിക്കുക എന്നുള്ളത്, എങ്ങനെ നല്ല റിലേഷൻ ഉണ്ടാക്കുക എന്നുള്ളത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ക്യൂരിയോസിറ്റിയോട് കൂടി അന്വേഷിക്കുക, ചോദിക്കുക, പഠിക്കുക. ഇല്ലെങ്കിൽ എവിടെ എത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെ ഒരളവിൽ കഷ്ടപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ട് അവസാനം വിജയിക്കുന്നത്. പിന്നെ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുടെ കാര്യം പറയണോ? 17ാമത്തെ ടൈനി ഹാബിറ്റ് എന്ന് പറയുന്നത് ഫോളോ ദ 1% പ്രോഗ്രസ് റൂൾ. അതായത് ഡെയിലി ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഒരു ചാനൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഗെയിം ജയിക്കുന്ന സമയത്ത് ഒരുപാട് പണം കൊടുക്കുന്നൊരു പരിപാടി. അതായത് മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ഒരു ഗെയിം, ആ ഗെയിമിനകത്ത് ജയിക്കുന്ന ആൾക്ക് കൊടുക്കുന്നത് $10 ലക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 കോടിക്ക് മുകളിൽ പണം വരും നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. അതാണ് സമ്മാന തുക. ചിലപ്പോൾ അതിൻ്റെ പകുതി $500,000, $5 ലക്ഷം ഇങ്ങനെ പറയുന്ന സമയമുണ്ട്. മൂപ്പർ പറയുന്നൊരു ഡയലോഗുണ്ട്, നിങ്ങളെങ്ങനെ യൂട്യൂബിനകത്ത് വിജയിച്ച് എന്ന് ചോദിക്കുമ്പോൾ മൂപ്പർ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് മൂപ്പർ കണ്ടമാനം കോടികൾ സമ്പാദിക്കുന്ന 8,000-9,000 കോടി ഇയർലി യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്നൊരു മനുഷ്യനാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. 1-2 രൂപയല്ല, 10,000 കോടി തന്നെ മൂപ്പർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് മൂപ്പർക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. ഇതൊക്കെ യൂട്യൂബുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. ചോക്ലേറ്റ് വിൽക്കുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് പോട്ടെ. പറഞ്ഞു വരുന്നത് മൂപ്പർ പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ ദിവസവും 1% വെച്ചിട്ടെങ്കിലും പ്രോഗ്രസ് കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ, ശ്രമിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നോക്കുകയാണെങ്കിൽ ഇന്നത്തേതിനേക്കാൾ 1% ഞാൻ അധികം ഇമ്പ്രൂവ്മെൻറ്റ് നാളെ. അത് നമ്മുടെ പഠനമായിരിക്കാം, ജോലിയായിരിക്കാം, ബിസിനസ്സായിരിക്കാം, ഇപ്പോൾ ഈ പറയുന്ന സ്പീച്ചായിരിക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഉണ്ടായതിനേക്കാൾ 1% മുന്നിലെത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ 1% നിങ്ങൾക്ക് ഡെയിലി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കാലക്രമേണ നോക്കുന്ന സമയത്ത് കുറേ % നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. മതിയല്ലോ, നല്ലൊരു പ്രോഗ്രസ് അല്ലേ അത്. സോ ആ ഒരു 1% റോളിൻ്റെ ഇമ്പോർട്ടൻസാണ് ഈ പറയണത്. ദിവസം 1% മതി. ഒരു വർഷമാകുമ്പോൾ 360% ആയില്ലേ, 365% ആയില്ലേ. ചില്ലറ കാര്യമാണോ? നമ്മൾ ഒരുപാട് എക്സ്പെർട്ടായിട്ടുണ്ടായിരിക്കില്ലേ അതിനകത്ത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാസീവായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക. ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ 17 ടൈനി ഹാബിറ്റ്സും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു മാസീവായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടും ഇല്ല. സോ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹാബിറ്റുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക.